നമസ്കാരം. UN രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വം നൽകുന്നതിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. ആഗോള സമാധാനവും വികസനവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സംഘടനകൾ പരിഷ്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UN പൊതുസഭയിൽ വ്യക്തമാക്കിയിരുന്നു. UN രക്ഷാസമിതിയിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വം സംബന്ധിച്ച് പരോക്ഷമായിട്ടാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ അമേരിക്കയുടെ നിലപാട് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചത്. ഇന്ത്യയ്ക്ക് പുറമെ 2 ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും സ്ഥിരാംഗത്വം നൽകണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു. സുരക്ഷാ സമിതി വിപുലീകരിക്കാനുള്ള ചർച്ചകൾ ഉടൻ തുടങ്ങണമെന്നും അമേരിക്ക UN പൊതുസഭയിൽ ആവശ്യപ്പെട്ടു. അതേസമയം ന്യൂയോർക്കിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയുടെ പിന്തുണ ഉണ്ടാകുമെന്ന് മോദി അറിയിച്ചു. ആഗോള സമാധാനവും വികസനവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സംഘടനകൾ പരിഷ്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. UN പൊതുസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UN രക്ഷാസമിതിയിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വം സംബന്ധിച്ച് പരോക്ഷമായിട്ടാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ലോകത്ത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഐക്യം അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഗ്ലോബൽ സൗത്തിനു വേണ്ടി നിലകൊള്ളണം. UNന്റെ ഭാവിക്കായുള്ള ഉച്ചകോടി പരിപാടിയിൽ ആഗോളതലത്തിലെ വെല്ലുവിളികൾ നേരിടുന്നത് എങ്ങനെ എന്ന വിഷയത്തിലായിരുന്നു മോദിയുടെ പ്രസംഗം. സുസ്ഥിര വികസനം വിജയകരമായി നടപ്പാക്കിയ രാജ്യമാണ് ഇന്ത്യയെന്ന് അദ്ദേഹം പറഞ്ഞു. 250 ദശലക്ഷം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി. ഇന്ത്യയുടെ പൊതു ഡിജിറ്റൽ സംവിധാനങ്ങൾ ലോകവുമായി പങ്കുവയ്ക്കാൻ ഇന്ത്യ സന്നദ്ധമാണ്. ഭീകരവാദം ആഗോള സമാധാനത്തിന് ഭീഷണിയായി തുടരുകയാണ്. സൈബർ, ബഹിരാകാശം, സമുദ്രങ്ങൾ എന്നിവ സംഘർഷത്തിൻ്റെ പുതിയ ഇടങ്ങളായി മാറുന്നു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നേരത്തെ ഫലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസുമായുള്ള കൂടിക്കാഴ്ചയിൽ ഫലസ്തീനുള്ള ഇന്ത്യയുടെ പിന്തുണയിൽ മാറ്റമില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഫലസ്തീൻ ജനതയ്ക്ക് ഒപ്പമാണ് ഇന്ത്യ. വെടിനിർത്തൽ നടപ്പാക്കി പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും ഹമാസ് ബന്ദികളാക്കിയവരെ വിട്ടയക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു. ഫലസ്തീനിലെ അധിനിവേശ മേഖലകളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം എന്ന പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നതിന് പിന്നാലെയാണ് നരേന്ദ്രമോദി ന്യൂയോർക്കിൽ മെഹ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതേസമയം പ്രവാസികളാണ് രാജ്യത്തിൻ്റെ മുഖമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂയോർക്കിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രവാസികൾ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർമാരാണ്. അതുകൊണ്ടാണ് അവരെ രാഷ്ട്രദൂതർ എന്ന് വിളിക്കുന്നത് എന്നും മോദി പറഞ്ഞു. നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങൾ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ പാലം പണിതു. നിങ്ങളുടെ കഴിവുകളും അർപ്പണബോധവും സമാനതകളില്ലാത്തതാണ്. നിങ്ങളെ 7 കടലുകളാൽ വേർപെടുത്തിയാലും ഇന്ത്യയിൽ നിന്ന് നിങ്ങളെ അകറ്റാനാകില്ല. നമ്മൾ എവിടെ പോയാലും എല്ലാവരെയും കുടുംബമായി കണ്ട് ആശ്ലേഷിക്കും. വൈവിധ്യത്തെ മനസ്സിലാക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്നത് നമ്മുടെ രക്തത്തിലുള്ളതാണ്. വിവിധ ഭാഷകളാൽ സമ്പന്നമായ ഒരു രാജ്യത്തു നിന്നാണ് നമ്മൾ വരുന്നത്. ലോകത്തിലെ എല്ലാ വിശ്വാസങ്ങളുടെയും മതങ്ങളുടെയും ഭവനമാണ് ഭാരതം. നമ്മൾ ഐക്യത്തോടെ മുന്നേറുകയാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നിങ്ങളെല്ലാവരും ദൂരദേശങ്ങളിൽ നിന്ന് ഇവിടെ വന്നവരാണ്. നിങ്ങളിൽ ചിലർ പഴയ മുഖങ്ങളാണ്, ചിലർ പുതിയ മുഖങ്ങളാണ്. ഇവിടെ എനിക്ക് ലഭിക്കുന്ന സ്നേഹത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്. പലതവണ ഇവിടെ സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് ജോ ബൈഡൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഊഷ്മളത ശരിക്കും സ്പർശിക്കുന്നതായിരുന്നു. ഈ ബഹുമതി 140 കോടി ഇന്ത്യക്കാർക്കും ഇവിടെ താമസിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും അവകാശപ്പെട്ടതാണ് എന്നും മോദി പറഞ്ഞു. ബൈഡനും നിങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. 2024 ലോകത്തിന് പ്രാധാന്യമുള്ള വർഷമാണ്. ചില രാജ്യങ്ങൾ സംഘർഷത്തിലും പോരാട്ടത്തിലും ഏർപ്പെട്ടിരിക്കുമ്പോൾ മറ്റു പലരും ജനാധിപത്യത്തെ ആഘോഷിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ ഈ ആഘോഷത്തിൽ ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് നിൽക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂയോർക്കിൽ സാങ്കേതികവിദ്യ വ്യവസായ പ്രമുഖരുമായും അദ്ദേഹം സംവദിച്ചു. മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിലായിരുന്നു ആശയവിനിമയം. നിർമ്മിത ബുദ്ധിയും ക്വാണ്ടം സിദ്ധാന്തവും ജൈവ സാങ്കേതികവിദ്യയും ജീവശാസ്ത്രവും കമ്പ്യൂട്ടിങ്ങും IT-യും ആശയവിനിമയവും സെമി കണ്ടക്ടർ സാങ്കേതികവിദ്യയും എന്നിവയിലൊക്കെ തന്നെ സംവാദം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആഗോളതലത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക മേഖലയെക്കുറിച്ചും ഈ അത്യാധുനിക സാങ്കേതികവിദ്യകൾ ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ക്ഷേമത്തിന് എങ്ങനെ സംഭാവന ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും CEOമാർ പ്രധാനമന്ത്രിയുമായി ആഴത്തിൽ ചർച്ച ചെയ്തു. ആഗോള സമ്പദ് വ്യവസ്ഥയിലും മാനവിക വികസനത്തിലും വിപ്ലവം സൃഷ്ടിക്കാൻ ശേഷിയുള്ള നൂതനാശയങ്ങൾക്കായി സാങ്കേതികവിദ്യ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ചും അവർ പരാമർശിച്ചു. സാങ്കേതിക രംഗത്തെ പ്രമുഖരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനുള്ള MIT സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൻ്റെയും ഡീൻ്റെയും ശ്രമങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഇന്ത്യ അമേരിക്ക സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തത്തിൻ്റെ കാതലാണ് സാങ്കേതിക സഹകരണമെന്നും നിർണായകവും വളർന്നു വരുന്നതുമായ സാങ്കേതിക വിദ്യകൾക്കായുള്ള സംരംഭം പോലുള്ള ശ്രമങ്ങളെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.